മാധ്യമം പോഡ്കാസ്റ്റ്. മാധ്യമം എഡിറ്റോറിയൽ 2026 മാർച്ച് 26 വ്യാഴം. പിന്നാക്ക പ്രദേശങ്ങളിൽ പുരുഷന്മാരെക്കാളും പിന്നിലാണ് സ്ത്രീകൾ എന്നതിനാൽ സ്ത്രീ ശാക്തീകരണം ഉറപ്പുവരുത്തുന്ന പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് അത്യാവശ്യമാണ്. അതിന് വനിതാ സീറ്റുകളിലെ സംവരണവും വേണ്ടിവരും എന്ന് പറയുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. ലോക്സഭാ അംഗത്വ വർധനയും വനിതാ സംവരണവും. ലോക്സഭയുടെ അംഗസംഖ്യ 543 നിന്ന് 816 വർദ്ധിപ്പിക്കാനും അതിൽ 1/3 വനിതകൾക്ക് സംവരണം ചെയ്യാനും കേന്ദ്ര സർക്കാർ ശ്രമം ആരംഭിച്ചിരിക്കുന്നു. വനിതാ സംവരണം 2023 സെപ്റ്റംബറിൽ 106 ഭരണഘടനാ ഭേദഗതി വഴി പാസ്സായതാണ് എങ്കിലും 2027 നടക്കേണ്ട സെൻസസും തദടിസ്ഥാനത്തിലെ മണ്ഡല പുനർനിർണയവും പൂർത്തിയായതിനു ശേഷമേ അത് നിലവിൽ വരൂ. മണ്ഡല പുനർനിർണയം നീണ്ട സമയമെടുക്കുന്ന പ്രക്രിയയാണ്. കഴിഞ്ഞ 4 കമ്മീഷനുകളും 3 മുതൽ 5.5 വർഷം വരെ എടുത്താണ് അത് പൂർത്തീകരിച്ചത്. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് പൂർത്തിയാവാൻ സാധ്യതയില്ലാത്തതിനാൽ പിന്നെ 2034 വരെ വനിതാ സംവരണം കാത്തിരിക്കേണ്ട നിലയിലായിരുന്നു. വനിതാ സംവരണവും അതോടൊപ്പം ലോക്സഭയുടെ അംഗത്വ വർധനയും 2029 തെരഞ്ഞെടുപ്പിൽ തന്നെ നടപ്പിലാകും വിധമുള്ള നിയമ ഭേദഗതികൾക്കും നടപടികൾക്കുമാണ് കേന്ദ്രം മുതിരുന്നത്. ഓരോ സെൻസസും കഴിഞ്ഞാൽ നിയോജക മണ്ഡല പുനർനിർണയവും അതനുസരിച്ച് ലോക്സഭ, സംസ്ഥാന നിയമസഭാ അംഗസംഖ്യാ നിർണയവും ഭരണഘടനാ വിഭാവനയിലുള്ളതാണ്. 1971 രാജ്യത്തെ ജനസംഖ്യ 54.79 കോടി മാത്രമായിരുന്നുവെങ്കിൽ ഇന്ന് അത് 147 കോടിയിൽ എത്തി നിൽക്കുന്നു. 2001 84 ഭരണഘടനാ ഭേദഗതിയിലൂടെ മണ്ഡല പുനർനിർണയം 1971 നിലവിലുണ്ടായിരുന്നതിൽ നിർത്തി 2026 വരെ മരവിപ്പിച്ചതുകൊണ്ടാണ് സഭകളുടെ അംഗസംഖ്യ ഇതുവരെ വർദ്ധിക്കാതെയിരുന്നത്. ഇപ്പോൾ 2011 കാനേഷുമാരി അടിസ്ഥാനത്തിൽ തന്നെ മണ്ഡല പുനർനിർണയവും വനിതാ സംവരണവും 2029 നടപ്പാക്കാനാണ് സർക്കാർ നീക്കം. അതിനാവശ്യമായ ഭരണഘടനാ ഭേദഗതിക്ക് 2/3 ഭൂരിപക്ഷവും സംസ്ഥാനങ്ങളുടെ അംഗീകാരവും വേണ്ടതിനാൽ പതിവിൽ നിന്നും ഭിന്നമായി പ്രതിപക്ഷത്തിന്റെ സഹകരണം തേടുകയാണ് BJP. പാർലമെന്റിന്റെ നടപ്പുകാല സമ്മേളനത്തിൽ ഇതു സംബന്ധമായ ബിൽ അവതരിപ്പിക്കാൻ ശ്രമമുള്ളതായി സൂചനകളുണ്ടായിരുന്നു. 5 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നതിനാൽ അതിന് സാധ്യമായില്ലെങ്കിൽ പ്രത്യേക സമ്മേളനം വിളിച്ചുകൂട്ടാനുമിടയുണ്ട്. ലോക്സഭയുടെ അംഗബലം വർദ്ധിപ്പിക്കുന്നതിൽ ചില ആശങ്കകൾ ഉയർന്നിരുന്നു, വിശേഷിച്ചും തെക്കൻ സംസ്ഥാനങ്ങൾക്ക്. ജനസംഖ്യാനുപാതികമായി അംഗത്വം നിശ്ചയിക്കുമ്പോൾ ജനസംഖ്യാ നിയന്ത്രണത്തിൽ വിജയിച്ച തെക്കൻ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം കുറയും എന്നതായിരുന്നു പ്രധാന പരാതി. ജനസംഖ്യാ നിയന്ത്രണത്തിൽ പിറകിൽ നിൽക്കുന്ന UP, ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങൾ പ്രാതിനിധ്യത്തിൽ ഗണ്യമായ മേൽക്കൈ നേടും. നിലവിലെ ജനസംഖ്യ അനുസരിച്ച് UPക്ക് 80 പകരം 151, ബീഹാറിന് 40 പകരം 82 MPമാരുണ്ടാകും. രണ്ടും കൂടി ചേർന്നാൽ മൊത്തം സീറ്റുകളുടെ 26%. തമിഴ്നാടിന് 39 പകരം 53, കേരളത്തിന് 20 പകരം 23 ആണ് ലഭിക്കുക. ഇതൊഴിവാക്കാൻ എല്ലാ സംസ്ഥാനങ്ങൾക്കും നിലവിലുള്ളതിൽ 50% വർദ്ധിപ്പിച്ച് മൊത്തം അംഗസംഖ്യ 1.5 ഇരട്ടിയാക്കുന്നതും പരിഗണനയിലുണ്ട്. ഇതല്ല ഇപ്പോൾ ഭരണഘടന വിഭാവന ചെയ്യുന്നത് എന്നതിനാലാണ് കേന്ദ്രം ഭേദഗതികൾ മുന്നോട്ട് വെക്കുന്നത്. ഈ നീക്കം നിലവിലുള്ള അനുപാതം നിലനിർത്തിയായിരിക്കുമെന്നും അത് വനിതാ സംവരണം നിലവിൽ വരുമ്പോൾ പൊതു സീറ്റുകളുടെ എണ്ണം കുറയാതിരിക്കാൻ ഉതകുമെന്നുമാണ് വിശദീകരിക്കപ്പെടുന്നത്. മോദി സർക്കാർ ധൃതിപ്പെട്ട് ഇത്തരമൊരു പരിഷ്കരണത്തിന് മുതിരുന്നതിലെ ലാക്ക് വ്യക്തമാവാത്തതുകൊണ്ടാവണം കോൺഗ്രസും ഇടതു പാർട്ടികളും തൃണമൂലും സാവേശം അതിനോട് പ്രതികരിച്ചിട്ടില്ല. എന്നാൽ കേന്ദ്രം അതീവ സൗഹാർദ്ദത്തോടെ പ്രതിപക്ഷത്തെ കൂടെ കൂട്ടാൻ ശ്രമിക്കുന്നുമുണ്ട്. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞ ശേഷം സർവകക്ഷി യോഗം വിളിച്ച് വിഷയം ചർച്ച ചെയ്യണം എന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടത്. ഇറാനിലെ അമേരിക്കൻ ഇസ്രയേൽ യുദ്ധത്തെ തുടർന്ന് കേന്ദ്ര സർക്കാരിനുണ്ടായ വീഴ്ചകൾ മറച്ചുവെക്കാനും സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കാനുമുള്ള നീക്കമാണ് ഇത് എന്ന വിലയിരുത്തലും അവർക്കുണ്ട്. ഇനി ലോക്സഭ, നിയമസഭാ സീറ്റുകൾ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ തന്നെ നിയോജക മണ്ഡലങ്ങൾ പുനർനിർണയിക്കാൻ നീണ്ട പ്രക്രിയ ആവശ്യമാണ്.
അല്പം സാവകാശം നടക്കേണ്ട നടപടികളാണത്. വനിതാ സംവരണം നടപ്പിലാക്കുമ്പോൾ വേണ്ട ജാഗ്രതയെക്കുറിച്ച് നേരത്തെ ഒന്നിൽ കൂടുതൽ തവണ വനിതാ സംവരണ ബിൽ പാസായപ്പോഴും ചർച്ചകളുണ്ടായിരുന്നു. വനിതകളിലുണ്ടായ ഉത്ബുദ്ധതയും സ്വാശ്രയത്വവും കാരണം അവയിൽ ചിലതൊക്കെ ഇന്ന് പ്രസക്തമല്ലാതായിരിക്കുന്നു. മുഖ്യമായും പുരുഷ നേതൃത്വത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന വനിതകൾക്കു വേണ്ടി പുരുഷന്മാർ തന്നെയാവും കാര്യങ്ങൾ നിയന്ത്രിക്കുക എന്ന നിരീക്ഷണമായിരുന്നു അന്ന്. ഒപ്പം സ്വാധീനമുള്ള പുരുഷന്മാരുടെ പങ്കാളികളും കുടുംബക്കാരും സ്ഥാനമാനങ്ങൾ കൈക്കലാക്കുകയും പിന്നാക്ക വിഭാഗങ്ങൾ ഇതിലൂടെ വീണ്ടും തഴയപ്പെടുകയും ചെയ്യും എന്ന ആശങ്കയും. ഇന്നും പിന്നാക്ക പ്രദേശങ്ങളിൽ പുരുഷന്മാരെക്കാളും പിന്നിലാണ് സ്ത്രീകൾ എന്നതിനാൽ സാമൂഹിക പദ്ധതികളിലൂടെ സ്ത്രീകളുടെ ശാക്തീകരണം വേണ്ടത്ര ഉറപ്പുവരുത്തുന്ന പ്രവർത്തനങ്ങൾ ഇതോടൊപ്പം നടത്തേണ്ടതുണ്ട്. അതിന് വനിതാ സീറ്റുകളിലെ സംവരണവും വേണ്ടിവരും. ഇല്ലെങ്കിൽ ദുർബലമായ സ്ത്രീ സാന്നിധ്യമായിരിക്കും സഭകളിലുണ്ടാവുക. കേരളത്തിലേതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെളിഞ്ഞു നിൽക്കുന്ന സ്ത്രീ പങ്കാളിത്തവും ശാക്തീകരണവും ഉദാഹരണങ്ങളായി ഉണ്ടെങ്കിലും എല്ലാ സംസ്ഥാനങ്ങളിലും അതല്ല അവസ്ഥ. ഈ വികസന അജണ്ട നടപ്പിലാക്കുന്നത് കരുതലോടെയല്ലെങ്കിൽ വിശിഷ്ടവർഗത്തിൻ്റെ കയ്യിൽ അധികാരം കൂടുതൽ ശക്തമായി തുടരും എന്ന വിപരീത ഫലമാണ് ഉണ്ടാവുക. മാധ്യമം പോഡ്കാസ്റ്റ്.